ജോർജ് പുടിപാറ, ഒരു കാര്യം കൂടി, നമ്മൾ ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് അത് യഥാർത്ഥത്തിൽ മുന്നണികളുടെ കണക്കെടുപ്പിനെ വലിയ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ കുറവ് എങ്ങനെ ബാധിക്കുമെന്നത്, പണ്ട് പരമ്പരാഗതമായി പോളിംഗ് ശതമാനം കുറഞ്ഞ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നതൊക്കെ മുൻപ് പറഞ്ഞിരുന്ന കാര്യമാണ്. പക്ഷേ അതൊന്നുമല്ല, നമ്മുടെ രാഷ്ട്രീയ പൊതുസമൂഹത്തിൻ്റെ വോട്ടർമാരുടെ ശൈലിയും രൂപവും ഒക്കെ മാറിപ്പോയി. അതുകൊണ്ട് ആ കണക്കെടുപ്പിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, വലിയൊരു ആശയക്കുഴപ്പം പൊതുവിൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്ത് കണക്കെടുത്താലും ഒരു കൃത്യത ഉണ്ടാക്കാൻ ഈ പോളിംഗ് കുറഞ്ഞത് ആരെ ബാധിക്കും? അതിലൊരു ആശയക്കുഴപ്പം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതൊരു വല്ലാത്ത ആശയക്കുഴപ്പമാണ്. പക്ഷെ ആ ആശയക്കുഴപ്പം പോളിംഗ് ശതമാനം കുറഞ്ഞത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും കൂടിയോ കുറഞ്ഞോ അളവിൽ കഴിഞ്ഞ 2019 അപേക്ഷിച്ച് എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇത്രയും വാശി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ വടകര തന്നെ എടുത്തു നോക്കുക. ഇതിനേക്കാൾ വലിയൊരു പോരാട്ടം വടകരയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതായത് എണ്ണം പറഞ്ഞ 2 സ്ഥാനാർത്ഥികൾ ആ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തരായ, കേരളത്തിൽ തന്നെ ഏറ്റവും മുന്നോട്ട് വെക്കാവുന്ന ഏറ്റവും കരിസ്മയുള്ള 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ഓരോ യോഗങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ, ഓരോ സ്വീകരണത്തിലും വരവേൽപ്പിലും എല്ലാം, പിന്നെ രാത്രി പുലരുവോളം നീളുന്ന സ്വീകരണ പരിപാടികൾ, അപ്പോഴും കാത്തു നിൽക്കുന്ന ആയിരങ്ങൾ. ഇങ്ങനെ അത് ഇപ്പൊ ആരുടെ കൂടെയാണ് കൂടുതൽ, ആരുടെ കൂടെയാണ് കുറവെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ 2 കൂട്ടർ ഇത്ര വാശിയോടെ കേരളം മുഴുവൻ ചർച്ചയാകുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടം. ആ മണ്ഡലത്തിൽ പോലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 4-5% വോട്ടിന്റെ കുറവ് വരിക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഒന്നുകിൽ ഈ വോട്ടർ പട്ടികയിലെ ശുദ്ധീകരണം ഇല്ലായ്മയുടെ പേരിൽ പഴയ മരിച്ചവര്, ഇപ്പൊ 1300 വോട്ടുകളൊക്കെ ഉള്ള പല വാർഡിലും പല ബൂത്തിലും നോക്കുമ്പോൾ 85-100 പേരൊക്കെ മരിച്ച വോട്ടുകൾ ആ കൂട്ടത്തിലുണ്ട്. അപ്പൊ അത് കുറച്ചാണ് യഥാർത്ഥ വോട്ട്. പിന്നെ ഇരട്ട വോട്ടുകൾ കുറച്ചുണ്ട്. ഇതും കൂടാതെ സ്ഥലത്തില്ലാത്ത വോട്ടുകളുടെ ശതമാനം വളരെ കൂടുതലാണ്. അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്ഥലത്തുള്ള ആളുകൾ ഏറെക്കുറെ എല്ലായിടത്തും വോട്ട് ചെയ്തു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് ഒരു വിഭാഗം. പക്ഷെ ചില മണ്ഡലങ്ങളിൽ എന്തോ ഒരു മരവിപ്പ് ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ പത്തനംതിട്ട, കോട്ടയം, മാവേലിക്കര പോലുള്ള മണ്ഡലങ്ങളിൽ, ഇടുക്കി പോലുള്ള മണ്ഡലങ്ങളിൽ സാധാരണഗതിയിൽ അല്ലെങ്കിൽ ഈ സ്ഥലത്തില്ലാത്തതും മരിച്ചതും ഒക്കെ മാറ്റി നിർത്തിയാൽ അവിടെ പോളിംഗ് പെർസെന്റേജ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേരളം മുഴുവൻ ഒരു പല ഇതിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഒരേ പാറ്റേണിൽ കേരളം വിധി എഴുതുന്ന അതേ മാതൃകയിലാണ് കേരളം മൊത്തത്തിൽ ഈ വോട്ടിംഗ് ശതമാനത്തിലെ കുറവും മോറോർലെസ് പ്രതിഫലിച്ച് കാണുന്നത്. അപ്പൊ ഒന്നുകിൽ 2 സംഗതികളാണ്. ഒന്ന്, ഭരിക്കുന്ന സർക്കാരിനോടുള്ള ആ ഒരു എതിർപ്പ് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതിഷേധം കൊണ്ട്, ആന്റി ഇൻകംബൻസി ഫാക്ടർ അത്ര ശക്തമായതുകൊണ്ട് അവർ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. വോട്ട് ചെയ്യാൻ പോയാൽ ആ ചിഹ്നത്തിലല്ലാതെ വോട്ട് ചെയ്യാൻ അവരുടെ മനസ്സനുവദിക്കുന്നില്ല മറ്റാർക്കെങ്കിലും വോട്ട് ചെയ്യാൻ. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല, വോട്ട് ചെയ്യുന്നില്ല. വേറെ ആർക്കും ചെയ്യാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല, പക്ഷെ ഞങ്ങളുടെ പാർട്ടിക്ക് ചെയ്യുന്നില്ല എന്നുള്ളതിലേക്ക് ആ ഭാഗത്തൊരു മരവിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇടതു മുന്നണിയുടെ എല്ലാ കണക്കൂട്ടിലും തെറ്റി. മറിച്ചാണെങ്കിൽ പൊതുവിലൊരു നിസ്സംഗതയാണ് ബാധിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ വിചാരിക്കുന്നു സ്ഥലത്തില്ലാത്തവർ കൂടുതൽ വോട്ടുകളും UDFന്റെ ആണെന്നുള്ളൊരു വസ്തുതയാണ്, പ്രത്യേകിച്ച് തെക്കൻ മേഖലയിലൊക്കെ. അപ്പൊ അത് UDFനെ ആയിരിക്കും ബാധിക്കാൻ പോകുന്നത് ആത്യന്തികമായിട്ട്. പക്ഷെ അതിനെ മറികടക്കുന്ന രീതിയിൽ ആന്റി ഇൻകംബൻസി ഉണ്ടെങ്കിൽ ഇതൊന്നും ചിലപ്പോൾ അത് ബാധിക്കാതെ ഇരിക്കുക. എന്തായാലും പോളിംഗ് പെർസെന്റേജിന്റെ കുറവ് തെക്കൻ മേഖലയിൽ, മധ്യ കേരളത്തിന് തെക്കോട്ട് അത് കൂടുതൽ ബാധിക്കാൻ പോകുന്നത് UDFനെയാണ്, സംശയമില്ല. എന്തായാലും വളരെ നന്ദി പ്രതികരിച്ചതിന്. അവസാനമായി അരുൺ.